ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയ വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് ഡിവൈൻ തരുന്നത് എന്നുള്ളതാണ്. അതായത് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് എന്തൊക്കെ ഉപദേശങ്ങളാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്, ഈശ്വരൻ എന്ത് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ 6 കാർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് തൃശൂലാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്നാണ്. കാരണം പല അവസരങ്ങളിലും നമ്മുടെ ഈഗോ കൊണ്ട് നമുക്ക് എത്തേണ്ടതായ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാകുകയും അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തൃശൂൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അതൊരു വെപ്പണാണ് ശിവജിയുടെ. അപ്പോൾ തൃശൂലിൻ്റെ ആ 3 പോയിൻറ്റ്സിന് പല അർത്ഥങ്ങളും പറയുന്നുണ്ട്, പല രീതിയിൽ ആ 3 പോയിൻറ്റ്സിന് പറയുന്നുണ്ട്. അത് മെയിൻലി നമ്മുടെ ബോഡി, മൈൻഡ് ഓർ സോളിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്ന് പറയാം. അത് പുരാണങ്ങളിലൊക്കെ ശിവജി അവരുടെ ഈഗോനെ മാറ്റി നിർത്താനായിട്ടാണ് കയ്യിൽ ഈ തൃശൂൽ പിടിച്ചിരിക്കുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു മിഥ്യാധാരണ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ വളരെ ഏറിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ വളരെ ഹൈ ആയി നമ്മുടെ ഈഗോനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും തലയിലെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. പറയേണ്ട സ്ഥലങ്ങളിൽ നോ എന്ന് പറയാനായിട്ട് ശീലിക്കുക. അതായത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതായ കാര്യങ്ങളെല്ലാം തലയിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേദനയാകുമോ എന്നുള്ളൊരു ചിന്ത ഉപേക്ഷിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. അതായത് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞ് മുന്നോട്ട് നീങ്ങുക. അടുത്തത് വന്നിരിക്കുന്നത് ബുൾ നന്ദി. നന്ദി എല്ലാവർക്കും അറിയുന്നതാണ്, ശിവജിയുടെ വാഹനമായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും നന്ദിയെ അമ്പലങ്ങളിലൊന്നും അങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നോർത്തിലൊക്കെ നന്ദിയുടെ ചെവിയിലാണ് കാര്യങ്ങൾ കൂടുതലായിട്ടും ആൾക്കാർ പറയാറുള്ളത്. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, അമ്പലങ്ങളിൽ പോകുമ്പോൾ അതൊരു വിശ്വാസമാണ്. നോർത്തിലൊക്കെ നന്ദിയിലൂടെയാണ് ശിവജിയിലേക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ എത്തുമെന്നൊരു ഐതിഹ്യം ഇവിടെയുണ്ട്. ഇവിടെ നോർത്തിലൊക്കെ അങ്ങനെ ഒരു രീതിയുണ്ട്. അതുപോലെ നന്ദിയുടെ കൊമ്പിൻ്റെ മുകളിലായി 2 കൈകൾ വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ ശിവലിംഗം കാണുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും നന്ദിയോട് പറയുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ സോൾവ് ആക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഭഗവാനിലേക്ക് എത്തുന്നു എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ കൊണ്ടുവരാൻ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ആ പാത സ്വീകരിക്കാം. അതല്ല, തുടങ്ങി വെച്ച വ്യക്തികളാണെങ്കിൽ ഒന്നും കൂടി അതിൽ ഇൻവോൾവ് ആവുക. കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പതിയെ കിട്ടുന്നതാണ്. അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ആദിശക്തി, എംബ്രസിങ് ദ റിലിം ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അതായത് ഇപ്പോൾ ഏത് ലോകത്തേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണെങ്കിലും, അതിപ്പോൾ ഒരു പുതിയ രീതിയിൽ നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തായാലും അതിനെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിനും അഡ്വൈസിനൊക്കെ ആയിട്ട് സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും അഡ്വൈസ് ചോദിക്കാവുന്നതാണ് എന്നാണ്. നിങ്ങൾക്ക് ഫെയ്ത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതോ അല്ലെങ്കിൽ ഒരു സജഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പങ്കാളിയുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നല്ല ഫ്രീഡത്തോടു കൂടി തന്നെ അവരോട് സംസാരിക്കാം. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഡംറു എന്ന് പറയുന്ന കാർഡാണ്. ഡംറും എല്ലാവർക്കും അറിയാം, ശിവജിയുടെ കയ്യിൽ എല്ലാവരും കാണുന്ന ഒരു വസ്തുവാണ് ഡംറു. അതുപോലെ ഇവിടെ പറയുന്നത് അതൊരു ചേഞ്ചസിനെയാണ് ഡംറു ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കത് നല്ലതുമാകാം ചീത്തയുമായ എന്ത് ചേഞ്ചസ് ആണെങ്കിലും ലൈഫിൽ വരുന്നത്, ലൈഫ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ്. അപ്പോൾ എന്ത് ചേഞ്ചസ് ആയാലും അത് എപ്പോഴും നമുക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് ഫേവറബിൾ അല്ലാത്ത ചേഞ്ചസ് ആണെങ്കിലും അതിനെ സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് യൂണിവേഴ്സ് തരുന്ന എല്ലാ കാര്യങ്ങളെയും അത് ഫേവറബിൾ ആയാലും അൺഫേവറബിൾ ആയാലും നിങ്ങളതിനെ സ്വീകരിക്കാനുള്ളൊരു മനോഭാവം നിങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഫൈനലായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ശിവജാബ് എന്ന് തന്നെയാണ്. എല്ലാതും ഈശ്വരനിൽ അർപ്പിക്കുക, ശിവനെ ജപിക്കുക. ശിവൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രമായ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് പറയുന്ന മന്ത്രം ജപിച്ച് മുന്നോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. അപ്പോൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റ് ആവുക. സ്പിരിച്വൽ പാത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.